അതായത് സാധനം എന്താണെന്നറിയോ, ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെ എടുക്കുന്നവരാണെങ്കിലാണ് ഇങ്ങനെ ഓടിക്കുക അല്ലേ. ഓടിച്ചങ്ങ് കൊതി മാറുന്നില്ല. കൊതി മാറിയപ്പോൾ കൊടുക്കുകയും ചെയ്തു. അപ്പം എന്തായാലും ഇത് ഇക്കണ്ട വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനുള്ള വണ്ടികളെല്ലാം തന്നെ. അപ്പോൾ ഫുൾ ഓണിലൊക്കെ വണ്ടികൾ വേണമെങ്കിൽ നേരെ എവണിലേക്ക് പോരും അല്ലേ. അത്യാവശ്യം മോഡൽ കൂടിയ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള വണ്ടികൾ. ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ A1 യൂസ്ഡ് കാർസിൽ അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഒരാളോട് പറയാൻ പറ്റും, നീ ധൈര്യമായിട്ട് അവിടെ പോയി നോക്കിയാൽ അവിടെ ആ വണ്ടികൾ കിടപ്പുണ്ട്. അത്യാവശ്യം ഇപ്പം എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളൂ. ഇതിവിടെ നിങ്ങൾ 100% ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. പക്ഷേ ഒരാൾക്ക് ഒരു റെഫറൻസ് കൊടുക്കുമ്പോൾ ധൈര്യമായിട്ട് പറയാൻ പറ്റും ഈ മോഡൽ കൂടിയ ലോ കിലോമീറ്റർ വണ്ടിയാകുമ്പോൾ. കാരണം അതിന് സ്വാഭാവികമായും കംപ്ലയിൻറ്റ് കുറവായിരിക്കും. അതാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സാധാരണ നമ്മൾ കാണിക്കുന്നതിനേക്കാളും കൂടുതൽ വണ്ടികൾ ഇന്ന് ഇവിടെ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് 30 വണ്ടിയോളം കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം സ്പീഡിൽ പറഞ്ഞു പോകാം. കാരണം മഴേൻ്റെയൊക്കെ ഒരു ഗ്യാപ്പിൽ വേണം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. പിന്നെ എല്ലാ വണ്ടിയും നല്ല നീറ്റാണ് കേട്ടോ. ഒക്കെ പുതിയ വണ്ടികളായതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർ നേരെ ഇങ്ങ് പോരാ. കണ്ണൂർ പയ്യന്നൂർ കോളേജിൻ്റെ തൊട്ടടുത്താണ് ഇവരുടെ ഷോറൂം വരുന്നത്. ഹൈവേ സൈഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്ത നമ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുവിധം വണ്ടിയൊക്കെ മാക്സിമം ഫുൾ ലോഡ് തന്നെ കിട്ടും. വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ലതീഷ് പ്രോ ഉണ്ട്. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും പറയുന്നില്ല. ഇഷ്ടപ്പെട്ട ചെയ്താൽ മതി. പക്ഷേ നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവരിലേക്കും ആ വീഡിയോ എത്തും. നല്ലൊരു വണ്ടി തപ്പി കിടക്കണം എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലതീഷ് ബ്രോ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കുറച്ചധികം വണ്ടികൾ കൂടുതലുണ്ടല്ലേ? ഷുവർ. ഷോറൂമിലോളം വണ്ടികളുണ്ട് ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. നിറഞ്ഞൊക്കെയാണ്. അതെ, കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഇഷ്ടംപോലെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തിരിയും. എല്ലാം ഒരു 85% സ്റ്റോക്ക് ഔട്ട് ആണ്. അതെ, ഒരു 2-3 വണ്ടി ഉണ്ടാവും പഴയത് മാത്രം. എന്തായാലും ഒരുപാട് നന്ദിയുണ്ടല്ലോ നമ്മുടെ ആൾക്കാർക്ക്. സന്തോഷമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇവരോട് പറയായിരുന്നു, പിന്നെ ഇവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം ഒരുവിധം പുതിയ വണ്ടികളല്ലേ? പുതിയ വണ്ടികളായി. അതായത് ലോ കിലോമീറ്റർ ഓടിയ ന്യൂ ഷേപ്പ് പുതിയ വണ്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് റോഡ് പുതിയ വണ്ടികൾ മാത്രം. ഇങ്ങനത്തെ വണ്ടികൾ ഡീൽ ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്, നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാവില്ല. കാരണം വണ്ടിക്ക് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പം ഒരു 7 എപ്പിസോഡായി ചെയ്യുന്നത്. പിന്നെ അതിന് മോൾ പോട്ടായി തോന്നുന്നു. അത്രേ ഉള്ളൂ. അതിനുള്ള ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നിങ്ങൾ തന്നെയാണ് പോവാറ്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും അതാണ് നമ്മുടെ ആൾക്കാർ സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ആണല്ലോ, അതിനനുസരിച്ച് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യില്ല നമ്മൾ. മാക്സിമം വില കുറച്ചിട്ട് കുറച്ചധികം നല്ല കിടിലം വണ്ടികൾ കാണിച്ചു തരാം. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളാണ്. കുറച്ച് SUV വണ്ടികളും അതുപോലെ തന്നെ കുറച്ച് ഹാച്ച് ബാക്ക് വണ്ടികളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ? സ്വിഫ്റ്റ് തുടങ്ങിയാലോ? പിന്നെ വേറെ കാര്യം പറയാൻ പറഞ്ഞു, നമ്മൾ ഒന്നിന്റെ ഇന്റീരിയർ കാണിക്കുന്നില്ല അല്ലേ? കാരണം 10-30 വണ്ടി ഇപ്പം അവൈലബിൾ ആണ്. പിന്നെ മാത്രമല്ല കുറച്ച് വണ്ടികളൊക്കെ കൺജസ്റ്റഡ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇടാനുള്ള സൗകര്യ കുറവുണ്ട്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒന്ന് അയച്ചു കൊടുക്കാം. കാറ്റലോഗിന്റെ ലിങ്കും വെച്ചേക്കാം. ജസ്റ്റ് അതിൽ നോക്കിയാലും അറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടിയാണ് സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ചെയ്ത മോഡൽ 2022 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കാ അല്ല, മാനുവൽ വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ഓട്ടം. കമ്പനി സർവീസ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് വരുന്നത് 6,60,000 രൂപ. 6,60,000 22 മോഡൽ BXA വണ്ടി. നെഗോഷ്യബിൾ ആണ്. അതിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് ഒരു അപാകത ഇല്ല എന്നുള്ള ഗ്യാരണ്ടി. വാറണ്ടി കൊടുക്കുമോ? വാറണ്ടി കൊടുക്കും. 1 ഇയർ വാറണ്ടി കൊടുക്കും. അടിപൊളി. അതുപോലെ തന്നെ സെയിം ചൊമ്പാണെങ്കിലോ 2022 14,000 കിലോമീറ്റർ വണ്ടി. 14,000 കിലോമീറ്റർ BXA അല്ലേ? അത്യാവശ്യം നല്ല നീറ്റാണ്. ഈ വേറെ അപാകത ഒന്നും ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയുണ്ട് വണ്ടികളൊക്കെ കാണാൻ. പിന്നെ ഇത് നമുക്ക് പ്രൈസ് ആണെങ്കിൽ എത്ര വരും? ഇത് 6,75 വരും. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. അതും വളരെ ലോ കിലോമീറ്റർ ഉണ്ട് അല്ലേ? വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. നെഗോഷ്യബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല അല്ലേ? എല്ലാ വണ്ടിക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. പറഞ്ഞ റേറ്റിന് എല്ലാം കൊടുക്കാറവർക്ക്. അതത്രേ ഉള്ളൂ. പിന്നെ വരിക വന്നിട്ട് സംസാരിക്കാം അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ വന്ന് വണ്ടിയാണ് എന്നിട്ട് വർത്താനം പറയാം. അപ്പൊ എന്തായാലും ഇതാണെങ്കിലോ 2022 വണ്ടി ടിയാഗോ XT സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്ലഡ് എഫക്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ശരി, അല്ല ഫ്ലഡിന്റെ കേസ് ഒന്നും പറയാനേ പാടില്ല നമ്മളിവിടെ. ഇല്ല, അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. പറഞ്ഞു എല്ലാരും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നമ്പേഴ്സ് എല്ലാം ഓപ്പൺ ആണ്. അതെ അതെ. റേറ്റ് വരുന്നത് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. 22 മോഡല് XT എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ള് തൊട്ട് താഴെ വരും അല്ലേ? കിലോമീറ്റർ എത്ര? 100 കിലോമീറ്റർ. ഇത് 41,000 കിലോമീറ്റർ. 41 ഓടിയിട്ടുള്ളൂ. ഓക്കെ, നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ചെറിയ മാറ്റം 4 ചിലർക്ക് കൊടുക്കും നമ്മള്. വന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഗ്ലാൻസി ആണെങ്കിലോ? അല്ല സോറി, ബലേനോ 2020 മോഡൽ Zeta. 20 Zeta ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. 50,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, 50 സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഒരു വർഷത്തിൽ ഒരു 10,000 കിലോമീറ്റർ വെച്ച് ഓടിയെന്ന് വേണേ കൂട്ടാം. എക്സാക്ട്ലി. എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് റേറ്റ് വരുന്നത്
6,60,000 രൂപ. 6,60 2020 50,000 ഓടി ഉണ്ട് അല്ലേ? 50,000 ഓടി. ഈ കിലോമീറ്ററുകൾ ഒന്നിലും ഒരു വിഷയം ഉണ്ടാവില്ലല്ലോ? ഇല്ല, ടാമ്പറിംഗ് ഇതുവരെ കൊടുത്ത എല്ലാ കിലോമീറ്റർ 100% ഗ്യാരണ്ടി. ഇല്ല ബൈബാക്ക്. ഇല്ലെങ്കിൽ ബൈബാക്ക് അത് നഷ്ടപരിഹാരം കൊടുക്കും നിങ്ങൾ? 100% അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഗ്ലാൻസി ആണെങ്കിലോ? ഇത് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഈ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് റേറ്റ് വരുന്നത് 740. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 50,000 ഓടിയുള്ളൂ അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് 2020 ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരും. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. എന്തെങ്കിലും അപാകത്തിന്റെ പറയാൻ ആക്സിഡന്റ് ഇല്ല ഇതിലുണ്ട് കേട്ടോ. ഇതിന് ബാക്ക് ഡിക്കി റീപ്ലേസ് ആണ്. ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഇല്ല, ഡിക്കി മാത്രം. അപ്പൊ എന്തോ സ്ക്രാച്ച് ആയിരിക്കും അല്ലേ? എടുക്കുമ്പോൾ തട്ടിയാണ് ആള് താഴോട്ടുള്ള ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൽ മാറിയതാണ്. അപ്പൊ ഇടിയാണെങ്കിൽ ആ ഗ്ലാസ് പൊട്ടും. അതുകൊണ്ടാണ് പ്രത്യേകം ചോദിച്ചത്. അപ്പൊ എന്തായാലും വൃത്തിയുള്ള ഒരു വൈറ്റ് കളർ വണ്ടി വേണമെങ്കിൽ നോക്കിക്കോളൂ. 740 അല്ലേ? 740 നെഗോഷ്യബിൾ അല്ലേ? ചോദിക്കാനല്ലേ? അതെ. ഇനി ഇതാണെങ്കിലും 2022 എസ് ഓപ്ഷൻ ഗ്ലാൻസ. 22 എസ് എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ അല്ലേ? മിഡിൽ ഓപ്ഷൻ ഗ്ലാൻസ. അതായത് ഇതില് പക്ഷേ പ്രൊജക്ടർ അടക്കം എല്ലാ സാധനവും വരും കേട്ടോ. എല്ലാം ഉണ്ട്. എന്തെങ്കിലും അപാധം ഉണ്ടോ ബ്രോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 48,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർഷിപ്പ്. 6,85,000 രൂപ. 6,85 22 മിഡിൽ ഓപ്ഷൻ വണ്ടി. നെഗോഷ്യബിൾ ആണ് പ്രൈസ്. അതെ. ഇനി ഇതിൽ കാണുന്ന വില കേട്ടിട്ട് ആരും വില കൂടുതൽ വേണ്ട. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ഇത് വെറും ചോദ്യമാണ് കേട്ടോ. ഒരു ആഗ്രഹത്തിന്റെ പേര് ചോദിക്കണതാണ് കേട്ടോ. പക്ഷെ അതൊന്നും കിട്ടൂല, നമുക്കറിയാം. മാക്സിമം പറയും. ഇനി ഇതാണെങ്കിലോ എർട്ടിക 2020 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ്. 28,000 കിലോമീറ്റർ ഓടിയ എർട്ടിക. VX ആയിരിക്കും. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. മാത്രമല്ല അലോയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റാണ്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? അതിന്റെ ഇതിൽ പ്രൊജക്ടർ ഒക്കെ വരുന്നുണ്ട് അല്ലേ? VX പ്രൊജക്ടർ വരും അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയാണ്. എന്താ നമുക്ക് വില വരുന്നത്? ഇത് റേറ്റ് വരുന്നത് 8,65,000 രൂപ. 8,65 നെഗോഷ്യബിൾ ആവില്ല പ്രൈസ്? ഉറപ്പായിട്ടും കുറച്ച് കൊടുക്കാം അല്ലേ? 8,65 എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നും അല്ലല്ലോ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇതേ വിലക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ അതെ. അതായത് 2020 വണ്ടി അല്ലേ? പിന്നെ ലോ കിലോമീറ്റർ ആണ്, അതാണ് ഹൈലൈറ്റ്. അത്രേ ഉള്ളൂ. കമ്പനി സർവീസ് ഇപ്പൊ ചെയ്തോളൂ അല്ലേ? ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇതാ ബ്രസ ആണെങ്കിലോ? ബ്രസ ഇത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോ കാണിച്ചതാണ്. 10,400 വരുന്ന റേറ്റ്. ഒരു ആൾ ടോക്കൺ തന്നിട്ടുണ്ട്. കൺഫേം ആയില്ല, ലോൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ശരി, ലോൺ പൊട്ടിയാൽ നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. ഇത് മോഡൽ ഏതാ? 2022 ZXi വണ്ടി. 12,000 കിലോമീറ്റർ. 22 അല്ലേ? 22 ZXi ആണ് കേട്ടോ. ZXi എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിന് തൊട്ട് താഴെ വരും. കിലോമീറ്റർ 12,000 ഓടിയിട്ടുള്ളൂ അല്ലേ? ലോ കിലോമീറ്റർ വണ്ടി. അപ്പൊ അതൊന്നുമില്ല. ശരി, 12,000 കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് 10,400 ചോദ്യം. ഞാൻ അവിടെ കൊടുത്ത റേറ്റിന് ചെയ്തരാം. 10 രൂപ 10 ലക്ഷം രൂപ. അതിൽ കുറയോ? ചെറിയൊരു മാറ്റം ചെയ്തുതരാം. ചെറിയൊരു മാറ്റം. ശരി, എന്തായാലും നോക്കിയിട്ട് വന്നോട്ടെ അല്ലേ? അതൊക്കെ ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ ഈ കാണിച്ച വണ്ടിയൊക്കെ മാക്സിമം ലോൺ കയറില്ല. മാക്സിമം വണ്ടി ഒരു 30,000 എല്ലാ വണ്ടി ഇറക്കാൻ പറ്റുന്ന കേസ്. എനിക്ക് തോന്നുന്നു നല്ല പ്രൊഫൈൽ ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ തന്നെ കയറും. ടിയാഗോ പിന്നെ എല്ലാം ഫുൾ ലോൺ കയറും അല്ലേ? അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. നല്ല വെള്ള കളറിൽ ക്രെറ്റയും കൂടി ഉണ്ടല്ലോ. 2022 ബേസ് ഓപ്ഷൻ ക്രെറ്റ EX ആണ് അല്ലേ? ഈ ഓപ്ഷൻ ക്രെറ്റ. സിംഗിൾ ഓൺ ആണ്. 60,000 ഡീസൽ ആണ് വണ്ടി. ഡീസൽ 60,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ അല്ലേ? അതെ. റേറ്റ് വരുന്നത് 11,35,000 രൂപ. അതായത് 22 ആലോചിക്കണം അല്ലേ? ഇത് ഇറങ്ങിയപ്പോ എനിക്ക് തോന്നുന്നു 14,15 റേഞ്ച് ഉണ്ടാവും. ഓക്കെ. ഇത് 60,000 കിലോമീറ്റർ പക്ക ജെനുവിൻ അല്ലേ? ഹിസ്റ്ററി ഉണ്ട് അല്ലേ? അതായത് ആണ്, EX അല്ല ആണ്. അപ്പൊ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? അഡീഷണൽ ആയിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഡീസലാണ്, ക്രെറ്റയാണ്. അപ്പൊ മൈലേജ് എന്തായാലും കിട്ടും. 20,000 മൈലേജ് പ്രതീക്ഷിക്കാം. 18-20 കൺഫേം ആണ്. ഓക്കെ. അപ്പൊ എന്തായാലും 2022 വണ്ടി 60,000 ഓടിയത് 11,30 നെഗോഷ്യബിൾ ആവൂലേ? നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു നെക്സോൺ ഉണ്ടല്ലോ, ന്യൂ ഷേപ്പ്. ഇത് 2021 മോഡൽ നെക്സോൺ. 21 ആണ് അല്ലേ? XMS ഡീസൽ വണ്ടി. XMS ഡീസൽ. അതായത് ടൈപ്പ് മിഡിൽ ഓപ്ഷനിൽ വരും അല്ലേ? സൺറൂഫ് വരും. അതാണ് അതിന്റെ ഒരു ഗുണം. ഇത് ഡീസൽ ആയതുകൊണ്ട് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 58,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ലോ കിലോമീറ്റർ ആണല്ലോ. 21 ലോ കിലോമീറ്റർ അല്ലേ? 3-ാം മാസം ഇറങ്ങിയ വണ്ടിയാണ്. ഇത് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി. ഇതും കിട്ടും നിങ്ങൾക്ക് ഏകദേശം ഒരു 20 മേലെ മൈലേജ് അല്ലേ? വിലയോ? 7,400. അത് നെഗോഷ്യബിൾ അല്ലേ? 100% ഉറപ്പാണ്. പിന്നെ വേറൊരു ഗുണം എന്താ വെച്ചാൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. പാണ്ടിലോറി ഒന്ന് കയറിയാൽ ആള് പടിയാവില്ല. അത് ഉറപ്പാണ്. ഈ സാധനത്തിന് അടിപൊളിയാണ്. അതെ അതെ അതെ. അതെ, നോക്കിക്കോട്ടെ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വെന്യൂ ഉണ്ടല്ലോ. ഇത് വെന്യൂ 2021 മോഡൽ IMT വണ്ടി. 21 IMT അല്ലേ? IMT എന്ന് പറയുമ്പോൾ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടി. 16,000 കിലോമീറ്റർ. SX ഓപ്ഷനിൽ അല്ലേ? SX ഓപ്ഷനിൽ 16,000 കിലോമീറ്റർ. പെട്രോൾ ആയിരിക്കും അല്ലേ? പെട്രോൾ ആണ് വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് ആണ് കേട്ടോ. വേറെ അപാധമൊന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 8,10 കൊടുക്കാം. 8,10.
ഫുൾ അതായത് 22 മോഡലാണെന്ന് ആലോചിക്കണം അല്ലേ? 21 മോഡൽ. ഓക്കെ, അതാണ് നമുക്ക് IMT വണ്ടി അല്ലേ? IMT വണ്ടി. ഓക്കെ, ഗിയർ ഇട്ട് ഓടിക്കേണ്ടവർക്ക് ഗിയർ ഇടാം. ചെറിയൊരു മാറ്റവും ചെയ്യും. അല്ല, അത് പിന്നെ ഞാൻ പറയുന്നില്ല ഇനി. ഇതാണെങ്കിലോ സെൽറ്റോസ്? ഇത് 2020 മോഡൽ 28,000 കിലോമീറ്ററുടെ HTK പ്ലസ് വണ്ടി. HTK പ്ലസ് ഏറ്റവും ഫുള്ളിന്റെ താഴെ വരും അല്ലേ? ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ വരും. എല്ലാം ഉണ്ട്. ബട്ടർ സ്റ്റാർട്ട്, അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഡീസലാ? അല്ല, പെട്രോൾ അല്ലേ? 28,000 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. പെട്രോൾ ആയതുകൊണ്ട് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. ഒരു 12 ഒക്കെ കിട്ടും മൈലേജ്? 12 to 15 ഉള്ളിൽ കിട്ടും അല്ലേ? ഇത് നല്ലൊരു കളറുമാണ് അല്ലേ? സ്റ്റാൻഡേർഡ് കളറാണ്, നല്ല വൃത്തിയുണ്ട് വണ്ടിയാണ്. എന്തെങ്കിലും അപാധ ഉണ്ടോ? ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യം ഒന്നുമില്ല. വിലയോ? ഇത് വില വരുന്നത് 9,75,000 രൂപ. 9,000 കൊടുക്കാം അല്ലേ? അത്രയും വില കുറഞ്ഞു ഇപ്പൊ ശരിക്കും. അടിപൊളി. ഓക്കെ, അപ്പം എന്തായാലും 9,75,000 രൂപയ്ക്ക് ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു കിയ സെൽറ്റോസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ബ്യൂട്ടി 2022 വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്, 22,000 കിലോമീറ്റർ, പെട്രോൾ പെക്ട. EX ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ ആണ്, അവിടെയാണ് വിഷയം. പെട്രോൾ ആണ് പെക്ട, EX ആണ് ഓപ്ഷൻ വരുന്നത്. അഡീഷണൽ അലോയ് വീൽസ്, ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വീൽസ്, 40,000 രൂപ വിലയുള്ള അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. അലോയ് വീൽ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ഗ്രിൽസ് ചെയ്തിട്ടുണ്ട്, സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 11 ലക്ഷം. 11 ലക്ഷം. EX ആണ് അല്ലേ? പക്ഷെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരും. എല്ലാം ഉണ്ട്. അതെ, എന്തായാലും മോശമൊന്നുമില്ല കേട്ടോ. അത് പെട്രോൾ ആണ്. 22,000 കിലോമീറ്റർ ഓടി ഉള്ളൂ. ഒരു 10-12 ഒക്കെ മൈലേജ് പ്രതീക്ഷയായി അല്ലേ? പക്ഷെ വണ്ടി അടിപൊളിയാണ്, കംഫർട്ട് ആണ് അല്ലേ? അടിപൊളി കംഫർട്ട്. മോഡൽ ഏതാ? 22 വണ്ടി കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ നല്ല അടിപൊളി, ഇതാണ് മെയിൻ സാധനമാണ്, താറാണ്. ഇത് 2023 മോഡൽ വണ്ടി. ഡീസൽ പെട്രോളോ? ഡീസൽ വണ്ടി. 4x4 ഓട്ടോമാറ്റിക്. 4x4 ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ 41,000 കമ്പനി സർവീസ് ഇപ്പൊ ചെയ്തേ ഉള്ളൂ കേട്ടോ. 23 അപേക്ഷിച്ച് കുറച്ച് ഓടിയിട്ടുണ്ടല്ലേ? അപ്പോൾ വണ്ടിക്ക് അപാധ ഒന്നുമില്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അതായത് സാധനം എന്താണെന്നറിയോ, ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെ എടുക്കുന്നവരാണെങ്കിലാണ് ഇങ്ങനെ ഓടിക്കുക അല്ലേ? ഓടിച്ചെങ്കിൽ കൊതി മാറുന്നില്ല. കൊതി മാറിയപ്പോൾ കൊടുക്കുകയും ചെയ്തു. സിംഗിൾ ഓണർ അല്ലേ ഇത്? സിംഗിൾ ഓണർ വണ്ടി. എന്തെങ്കിലും അപാധ ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഹിസ്റ്ററീസ് ഒന്നുമില്ല അല്ലേ? രണ്ട് പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ ഇട്ടതാ. പുത്തൻ ടയറാണല്ലോ. അടിപൊളി. ഇപ്പൊ എടുക്കുന്നവർക്കൊന്നും ചെയ്യാനൊന്നുമില്ല അല്ലേ? സർവീസ് ഒക്കെ കഴിഞ്ഞാ? ഓക്കെ, അപ്പൊ ആലോചിക്കണം, 23 മോഡലാണ്, 40,000 ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക്. എന്താ വില? 17 ലക്ഷം രൂപ. കുറയാണ്ടോ? ചെറിയ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, 23 ആണ്. ഇത് പുതിയ എന്ത് വില ഉണ്ട്? 21 സംതിങ് ഉണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയായാലും 4 ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ ഉണ്ട്. 4 ലക്ഷത്തിൽ കൂടുതൽ തരും കേട്ടോ, വന്ന് സംസാരിച്ചാൽ മതി അല്ലേ? ഓക്കെ, ഇതൊക്കെ മാക്സിമം ഒരു 15 മേലെ ലോൺ കയറുമോ? 15 എന്തായാലും കയറും അല്ലേ? ഈ കാണിച്ച വണ്ടികളൊക്കെ ഒരു 95% ലോൺ കയറും അല്ലേ? നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ. പ്രൊഫൈലാണ് മെയിൻ. ഓക്കെ, അത് നിങ്ങൾ വന്നിട്ട് സംസാരിച്ചോ. ഒരു ഇന്നോവയും കൂടി കാണിച്ചാൽ. ഇന്നോവ ഏതാ? ഇത് ഒറിജിനൽ 2014 G4 വണ്ടി. 14 G4 ഒറിജിനൽ കേരള. കിലോമീറ്റർ ആണ് അറിയേണ്ടത്. 120. 120? ജെനുവിൻ കിലോമീറ്റർ. ഹിസ്റ്ററി. ഇപ്പൊ കമ്പനി സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഹിസ്റ്ററീസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, 14 G4 ആണ് കേട്ടോ. എങ്കിലും വണ്ടി ക്ലീൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നീറ്റ് ആണ്. ഒരു സ്കേർട്ടിംഗ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിംഗ്സ് കാര്യങ്ങൾ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ ഒക്കെ ഇന്റീരിയർ നമ്മൾ കാണിക്കാത്തതുകൊണ്ട് പലരും പറയും, അപ്പൊ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കണ്ടോ? ഓക്കെ, അപ്പൊ എന്തായാലും ഇത് നമുക്ക് എന്താ വില? ഇത് 930. 930 നെഗോഷ്യബിൾ ആവുമോ? ചെയ്ത് കൊടുക്കാം. ഇതിൽ അഡീഷണൽ ആയിട്ട് ഫ്രണ്ട് 2 ടയേഴ്സ് പുതിയത് ഇട്ട് കൊടുക്കാം അല്ലേ? പക്ഷെ മോശമൊന്നുമില്ല കേട്ടോ, വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. കുറച്ച് പണിതൊക്കെ കയറ്റിയതുകൊണ്ട് കാണാനൊരു മുഞ്ചുണ്ട്. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ഗ്ലാസ് ഒന്നുമില്ല. ഒരു ഗ്ലാസ് കാര്യങ്ങളും മാറില്ല. അടിപൊളി. അപ്പൊ എന്തായാലും 930 അല്ലേ? അത് ഒറിജിനൽ കേരള ആലോചിക്കണം. വേറെ കിട്ടാണ്ടെങ്കിൽ ഇവർ എടുത്തോളൂ കേട്ടോ, വേറെ പറഞ്ഞാൽ മതി. ഇതിലും കുറച്ചിട്ടേ. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് സംസാരിക്കാം, നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇക്കണ്ട വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനുള്ള വണ്ടികളെല്ലാം തന്നെ. അപ്പോൾ ഫുൾ ഓണിലൊക്കെ വണ്ടികൾ വേണമെങ്കിൽ നേരെ എവണിലേക്ക് പോരും അല്ലേ? ലോ ബഡ്ജറ്റ് വണ്ടീൻ്റെ അടുത്ത വീഡിയോ നമുക്ക് കാണിക്കാം അല്ലേ? ലതീഷ് ബ്രോ, അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു നിലയിൽ കുറച്ച് വണ്ടികൾ കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? ഇവിടെയും കുറച്ചധികം വണ്ടികൾ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വണ്ടി ഹോണ്ട ജാസ് ആണ്. 15 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്, 36,000 കിലോമീറ്റർ കേട്ടോ. 15 സെക്കൻഡ് ഓണർ അല്ലേ? VX എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടി. അതായത് സൺറൂഫ് ഇല്ല, ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ? ഇത് കിലോമീറ്ററോ? 36,000 കിലോമീറ്റർ. ഒരു വെറൈറ്റി കളറും അല്ലേ? ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ. ഒരു 12 മുതൽ 15 വരെ മൈലേജ് പ്രതീക്ഷ മതി. അപാധ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്. അത് അന്ന് ഇറങ്ങിയാലേ ഫുൾ ഓപ്ഷൻ വണ്ടി. എന്ത് വിലയുണ്ട്? ഇത് 4,60,000 രൂപ. 4,60 കൊടുക്കാം. 5 4,60 ഉള്ളൂ അല്ലേ? 15 വിലയ്ക്ക് കൊടുക്കാം അല്ലേ? എന്തായാലും നല്ല മോശമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ വണ്ടി തന്നെയാണ്. ബോഡി വെയിറ്റ് കാര്യങ്ങളും കുറച്ച് കൂടുതലാണ്. എനിക്കൊന്ന് ഫുൾ ലോൺ കിട്ടൂലേ? ഫുൾ ലോൺ എന്തായാലും ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ടിയാഗോന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ജെംസിന്റെ കുപ്പി പറഞ്ഞില്ല, എല്ലാ കളറും ഉണ്ട്.
ഇത് 2024 വണ്ടി, 4500 കിലോമീറ്റർ ഓട്ടം. 24 4500 4500 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് AMT അല്ലേ? AMT. വേരിയന്റ് ഏതാ? XT വേരിയന്റ്. XT ആണ്. അഡീഷണൽ ആയിട്ട് ഫുള്ള് തൊട്ട് മുകളിലാണ്. അഡീഷണൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ റിവേഴ്സ് ക്യാമറ എല്ലാം കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. എന്തായാലും 4-ാം മാസം 2024 വർഷം ഇറങ്ങിയ വണ്ടിയാണ്. വെറും 4500 കിലോമീറ്റർ. എന്തിനെടുക്കുന്നല്ലേ? സുഖം. അതെ, നമുക്ക് ഗുണമായി. അതുകൊണ്ട് ഇതിപ്പോ എന്താ നമുക്ക് വില? ഇത് നമുക്ക് 6,60,000 രൂപ കൊടുക്കാം. 6,60 2024 വണ്ടി അല്ലേ? അതും ലോ കിലോമീറ്റർ. അത് പുതിയ എന്ത് വില ഉണ്ടെന്ന് അറിയോ? 8,400 അടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഒരു 2 ലക്ഷം റുപ്യേന്റെ കുറവുണ്ട് അല്ലേ? ഒരു 4000 കിലോമീറ്റർ ഓടിയപ്പോ നെഗോഷ്യബിൾ ആണ്. അതെ, അത് കുറയുമല്ലോ. പിന്നെ വേറൊരു കേസ് ഉണ്ടല്ലോ, പുതിയതെടുക്കാൻ പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകരുത്. നിങ്ങൾ പോയാൽ മണ്ടത്തിലായി പോലെ. ചെക്ക് ചെയ്ത് വന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രൈസ് ഓക്കെ ആണെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. എടുത്താണ്. പിന്നെ അത്രയല്ലേ നമ്മൾ പറയുള്ളൂ. അത് പ്രൈസ് ഓക്കെ അല്ലാണ്ട് എന്താ? അല്ല, നിങ്ങൾക്ക് ആക്സിഡന്റോ ക്ലെയിം ഹിസ്റ്ററിയോ അങ്ങനത്തെ അപകടങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. അതെ, എല്ലാ വണ്ടി സർവീസ് ഉറപ്പാണ്. ഇവിടുത്തെ നിയറസ്റ്റ് ആണ് സർവീസ് സെന്റർ. 2 കിലോമീറ്റർ അടുത്ത സർവീസ് സെന്റർ. അവിടെ ചെക്ക് ചെയ്യിച്ചോ. 2 ലക്ഷം രൂപയ്ക്ക് വിലയുള്ളവർ ഇങ്ങോട്ട് വരിക, ഇത് എടുത്തിട്ട് പോവാ അല്ലേ? ഓക്കെ. അത് ഫുൾ ഓണും കിട്ടും കേട്ടോ. ഫുൾ ഓൺ. ഇനി ഇതാണെങ്കിലോ? ഇത് 2020 മോഡൽ സ്പോർട്സ് പ്ലസ്. ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി. സ്പോർട്സ് പ്ലസ് എന്ന് പറയുമ്പോൾ സ്പോർട്സ് ഓപ്ഷനിലാണ് ശരിക്കും. അലോയ് വീൽസ് വരും, ബട്ടൺ ഷാർട്ട് വരും അല്ലേ? ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ 52,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? പെട്രോൾ കേട്ടാ അറിയാലോ. 20 മോഡൽ 52,000 കിലോമീറ്റർ പെട്രോൾ ആണ് കേട്ടോ. 20-നെ അപേക്ഷിച്ച് ഓട്ടം കൂടുതലാണെന്ന് ഞാൻ പറയുള്ളൂ അല്ലേ? അപാകത ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഒരു 12 മുതൽ 15 മൈലേജ് കിട്ടും അല്ലേ? വിലയോ? വില 6,25,000 രൂപ. 6,25. നെഗോഷ്യബിൾ ആവുമോ? നെഗോഷ്യബിൾ ആണ് അല്ലേ? ഓക്കെ. എന്തായാലും വില കുറച്ച് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. 20 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഡിസയർ ആണെങ്കിലോ? ഡിസയർ 2018 വണ്ടി, ഡീസൽ, 58,000 കിലോമീറ്റർ ഓട്ടം. ഇത് കഴിഞ്ഞ വീഡിയോ ഇട്ടതാണ്. 18 ഡീസൽ അല്ലേ? ഒരു ഡീസലായിട്ട് എന്താ പോഞ്ഞേ? ഒരു ടീം ടോക്കൺ ആക്കിയിട്ടുണ്ട്. ലോണിന്റെ കേസിങ് നിൽക്കുകയാണ്. അവിടെയാണ് ഈ പണി കിട്ടുന്നത് അല്ലേ? വണ്ടി ഹോൾഡ് ആയി പോകണം അല്ലേ? അതെ. കാരണം ഡീസൽ വണ്ടിയൊക്കെ ടപ്പെന്ന് കൊണ്ട് കൊണ്ടുപോകേണ്ടതാണ്. 58,000 കിലോമീറ്റർ ഓട്ടം. റേറ്റ് വരുന്നത് 6,10. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. 58,000 ഓടിയ ഡീസൽ വണ്ടി വീഡിയോ അല്ലേ ഇത്? വീഡിയോ വണ്ടി 6,10 വലിയ കൂടുതലൊന്നുമല്ല. 5 ലിറ്റർ കൊടുക്കും നിങ്ങള്? ചുമ്മാ പറ കേക്കട്ടെ. കൊടുക്കും. അത്രേ ഉള്ളൂ. ഇവിടെ വരിക, സംസാരിക്കുക. ഇതെന്തായാലും ആ പൈസക്ക് മുതലാണ് കേട്ടോ. അതുപോലെ തന്നെ അമേസ് ഉണ്ടല്ലോ. ഇത് 2021 30,000 കിലോമീറ്ററുടെ വി ഓപ്ഷൻ അമേസ്. വി ഓപ്ഷൻ. ഇത് പെട്രോളാ? പെട്രോൾ വണ്ടി. പെട്രോളാണ്. 12 മുതൽ 15 മൈലേജ് അല്ലേ? നല്ല വണ്ടിയാ അല്ലേ? നീറ്റ് വണ്ടി. അലോവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കളർ തന്നെയാണ് കേട്ടോ ഹൈലൈറ്റ്. നല്ല കിടിലൻ കളറാണ്. ഫൈൻ റെഡ് കളറാണ്. അതെ. റേറ്റ് വരുന്നത് 6,50,000 രൂപ. 6.5 ലക്ഷം രൂപയ്ക്ക് 2020 വണ്ടി അല്ലേ? 21 വണ്ടി. സോറി, 21. അത് വി ഓപ്ഷൻ ആണ് കേട്ടോ. ഏറ്റവും ഫുള്ളിന് തൊട്ട് താഴെ വരും. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞേ? ഇത് 30,000 അല്ലേ? ജെനുവിൻ ആണല്ലോ അല്ലേ? ഹിസ്റ്ററിയിലുണ്ട്. ഇപ്പം സർവീസ് കഴിഞ്ഞേ ഉള്ളൂ. ശരി. എന്നാലും ഇത് നിങ്ങൾ നോക്കിക്കോളൂ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിൽ നിൽക്കുന്ന കിടിലൻ വണ്ടി. റീപ്ലേസ് ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ. ഇതാണെങ്കിലോ? ഇത് 2009 വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. ആക്കിയതാണ്. ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇടിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. മെയിൻ ക്ലാസ് മാറിയോ? ഇല്ല, ഒന്നുമില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഫ്രണ്ടിലെ മൊത്തം സാധനം മാറിയതാണ് ടൈപ്പ് 4 ആക്കുമ്പോൾ. അത് മെയിൻ ക്ലാസ് മാറിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, തട്ടിയിട്ടില്ല എന്നൊക്കെ നമുക്ക് പറയാം. കിലോമീറ്ററോ? കിലോമീറ്റർ 2,30,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണ് വണ്ടി വരുന്നത്. ഹിസ്റ്ററി ഉണ്ട്. പ്രോപ്പർ ഹിസ്റ്ററി കൊടുക്കാം. ഓക്കെ. 230 ഒരു പുല്ല് പോലെ ഇനി കൊടുക്കുള്ളൂ. 10 ലക്ഷം കിലോമീറ്റർ ഒക്കെ. എക്സാക്ട്ലി. അതാണ് ഇനി ഒരു കുഴപ്പവും വരില്ല കേട്ടോ. G4 ആണ് വണ്ടി ഇടുന്നത്. കണ്ടാൽ ഒരു 13-14 വണ്ടി എന്നേ പറയുള്ളൂ അല്ലേ? നല്ല വൃത്തിയുണ്ട്. എന്താ വില? ഇത് 4,85. 4,85. കുറയണം. ഉറപ്പ്. ഓക്കെ. 9 മോഡലാണ്. 4,85,000. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ കേരള വണ്ടിയാണെങ്കിൽ വില ഉണ്ടാവും അല്ലേ? അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. ഇവിടെ വരിക, വന്ന് സംസാരിക്കുക. മാക്സിമം വില കുറച്ച് മേടിക്കുക കേട്ടോ. പിന്നെ ക്വാളിറ്റി അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഒന്നും ഒരു മെക്കാനിക്കൽ വൈസ് കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല. എടുപ്പിക്കാനൊന്നുമില്ല. ബോഡി വൈസ് ഒരു കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഫുൾ ഓണിലൊക്കെ വേണ്ട ഇതാ ഇങ്ങോട്ട് പോരുക. ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ, ലോ കിലോമീറ്റർ വണ്ടികൾ അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടികൾ അല്ലേ? ഒരു 4 വണ്ടി കൂടി 4-5 വണ്ടി കൂടി കാണിച്ചാൽ അവസാനിപ്പിച്ചേക്കാം. എല്ലാ SUV വണ്ടികളാണ്. അപ്പോൾ ക്രെറ്റ ഏതാ മോഡൽ? 2020 ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടി, 50,000 കിലോമീറ്റർ ഓട്ടം. ഇത് ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ. ടോപ്പ് ആൻഡ് പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഇടുന്നു. അതെ അല്ലേ? ബട്ടൺ സ്റ്റാർട്ട് എല്ലാവിധ സാധനങ്ങളും വരും. ഇത് കിലോമീറ്ററോ? 50,000 കിലോമീറ്റർ. 50,000. സെക്കൻഡ് ടയർ ഇട്ടതാ അല്ലേ? നല്ല 4 പുത്തൻ ടയറും ഉണ്ട് കേട്ടോ. ഇത് പെട്രോളിൽ ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ? കിലോമീറ്റർ 50,000. എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല നീറ്റ് ആട്ടോ, ഒരു കുറ്റവും പറയാനില്ല. ഇത് നമുക്ക് എന്താ വില? 12,400. 12,50,000 രൂപ അല്ലേ? 25,000. 12,25. സോറി, 12,25. 12,400. ഒരു അപാകതയില്ല. നെഗോഷ്യബിൾ ആണ് പ്രൈസ് അല്ലേ? കുറച്ച് കൊടുക്കണം കേട്ടോ. എന്ത് ചോദിക്കാനല്ലേ? ഇനി ഇതാണെങ്കിലോ? ഇത് 2022 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, ഡീസൽ SX. ഡീസൽ SX. മാനുവൽ അല്ലേ ഇത്? മാനുവൽ വണ്ടി. മാനുവൽ ആണല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ വണ്ടി.
അലോയിലും കാര്യങ്ങളൊക്കെ ഒരു SX ഓപ്ഷനിലല്ല SX അല്ലേ? ഒരുവിധം ഫുൾ എല്ലാ സാധനവും വരും അല്ലേ? കിലോമീറ്റർ 42,000 കിലോമീറ്റർ അത്ര ഓടിക്കുള്ളൂ. അടിപൊളി. 2022 മോഡല്, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന നല്ല ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടി അല്ലേ? എന്ത് വിലയുണ്ട് ഇത്? ഫ്രണ്ട് 2 പുതിയ ടയർ ഇട്ടിട്ട് നമുക്ക് ഫൈനലായിട്ട് 11,10,000 രൂപ കൊടുക്കാം. 11,10 ഫൈനല്ല? അറൗണ്ടാക്കി പന്നൊക്കെ ആക്കി കൊടുക്കും. നിങ്ങൾ എങ്ങനെ പറയരുത് കേട്ടോ. ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കയറില്ലേ? ഫുൾ ലോൺ. അടിപൊളി. അതുപോലെ തന്നെ ബ്രസ ആണെങ്കിലോ? ഇത് 2018 വണ്ടി. 18 ZDA വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 52,000 കിലോമീറ്റർ ഓട്ടം. ബട്ടൺ സ്റ്റാർട്ട് വെച്ച് ബാക്കി എല്ലാം അല്ലേ? നല്ല നീറ്റാട്ടോ വണ്ടി. നീറ്റ് വണ്ടി. സിംഗിൾ പറയാനൊന്നുമില്ല. കുറച്ച് ഇന്റർലോക്കിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ അലമ്പായി കിടക്കുന്ന വേറൊന്നുമില്ല. ഇത് അപാധി ഉണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ ആയതുകൊണ്ട് എന്ത് ഓടിയുണ്ട്? 52,000 കിലോമീറ്റർ. 52 ഓടിയുള്ളൂ. അടിപൊളി. ബ്രസൊക്കെ അങ്ങനെ കാണല് കുറവാണ് അല്ലേ? വിലയും കൂടി പറ. വില 8,30,000 രൂപ. 8,30. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ചെറിയ മാനേജ് ഉറപ്പായിട്ടും. 8,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2018 വണ്ടി കൊണ്ടുപോകാം കേട്ടോ. നല്ല നീറ്റ് വണ്ടി അല്ലേ? അതുപോലെ തന്നെ സെയിം സാധനം ഓൾറെഡി ഉണ്ടല്ലോ. ഇത് 2016 സെക്കൻഡ് ഓണർഷിപ്പ് ZDA വണ്ടി. ZDA തന്നെയാണ്. 16 സെക്കൻഡ് ഓണർ കേട്ടോ. ഇത് കിലോമീറ്ററോ? 80,000 കിലോമീറ്റർ. 16-80 ഓടിയുള്ളൂ അല്ലേ? ഈ സംഭവം കണ്ടപ്പോ 2ഉം 16ഉം 18ഒക്കെ ഒരുപോലെ ഉണ്ടല്ലോ അല്ലേ? നല്ല 4 പുത്തൻ ടയറും ഉണ്ട്. ഇത് നമുക്ക് എന്തുണ്ട്? ഇത് നമുക്ക് 6,70,000 രൂപ കൊടുക്കാം. 6,70,000 കൊടുക്കാം. വലിയ മോശമൊന്നുമില്ല അല്ലേ? 16 മോഡലാണെങ്കിലും നിങ്ങൾക്ക് അത് വില കൊണ്ട് നൈസാണ് അല്ലേ? വലിയൊരു കൂടുതലാന്ന് പറയാനില്ല. കുറയില്ലേ? ചെറിയ വണ്ടി ചെയ്ത് കൊടുക്കാം. 6,70,000 അല്ലേ? ഇതൊക്കെ നിങ്ങളൊരു 10,000-25,000 രൂപ കൊണ്ട് വരികയാണെങ്കിൽ എടുത്തോണ്ട് പോകട്ടോ. ബാക്കി പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിലേ ലോൺ കിട്ടുള്ളൂ. ഇല്ലേ ഓടിച്ചിട്ട് ഇടിക്കും ബാങ്കുകാർ. ഇനി ഇതാണെങ്കിലോ? ഇത് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ, ഫുൾ ഓപ്ഷൻ, അർബൻ ക്രൂയിസർ, 40,000 കിലോമീറ്റർ ഓട്ടോ. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. ഇതിൽ 6,000 രൂപയുടെ ക്ലെയിം ഉണ്ട്. മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഇത് റേറ്റ് വരുന്നത് 8,25,000 രൂപ. 21-22 വണ്ടി. 8,25. പ്രീമിയം, അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതായത് അർബൻ ക്രൂസർ അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ വണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഫ്രണ്ട് ലുക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ കളറിന് ഡിമാൻഡ് കൂടുതലാണ്. അത് മാത്രമല്ല ഹെഡ്ലൈറ്റിന്റെ ഒരു ഭംഗിയുണ്ടോ? ഡ്രസ്സിനെക്കാളും കുറച്ചും കൂടി അടിപൊളിയാണ്. എന്തായാലും മോശമൊന്നുമില്ല. 8,25,000 രൂപ ഫുൾ ലോൺ. ചിലർ വേണേ അങ്ങോട്ടും കൊടുത്തേക്കാം അല്ലേ? അതാണ് ഇതിന്റെ ഗുണം. ലോ കിലോമീറ്റർ അല്ലേ? ഓക്കെ, എന്തായാലും കോൺടാക്ട് ചെയ്തോ. ഈ 4 വണ്ടി നിങ്ങൾ മിസ് ചെയ്യേണ്ട. SUV നോക്കുന്നവര് അല്ല 5 വണ്ടി അല്ലേ? 5 വണ്ടിക്ക് നേരെ ഇങ്ങ് പോന്നാൽ അല്ലേ? അപ്പോൾ അതായത് നമ്മുടെ കണ്ണൂര് പയ്യന്നൂര് കോളേജിന്റെ തൊട്ടടുത്ത് അല്ലേ? A1 ന്യൂസ് ക്ലാസ്സിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇത്ര നേരം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇവിടെ ലോ ബഡ്ജറ്റ് വണ്ടി ഒന്നുമില്ല. ഇത് ലോ ബഡ്ജറ്റ് വണ്ടി ഉണ്ട്. 10-25 എണ്ണം ഉണ്ട്. അതെല്ലാം ഇവരുടെ അപ്പുറത്തെ ഷോറൂമിലുള്ളത് അല്ലേ? അത് നമ്മൾ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റിയുള്ള ലോ കിലോമീറ്റർ മോഡൽ കൂടി അതാണ് ഇവിടുത്തെ വണ്ടി കേട്ടോ. ധൈര്യമായിട്ട് ഒരാളോട് പറയാം നിങ്ങൾ കണ്ണും പിടിയോടെ വന്ന് വണ്ടി എടുത്തോ. ചെക്ക് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഷോറൂം അല്ല. അത് 100% ചെയ്യണം. പക്ഷെ നമുക്ക് ധൈര്യമായിട്ട്, കാരണം മോഡൽ കൂടിയ ലോ കിലോമീറ്റർ വണ്ടികളാകുമ്പോൾ സ്വാഭാവികമായി അതിന് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. എങ്കിലും ചെക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ധൈര്യമായിട്ട് പറയാൻ പറ്റുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എന്തായാലും ലതീഷ് ബ്രോ, ആൾക്കാർ വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കേട്ടോ. 100% പിന്നെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ തരുവർ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡ് അപ്പ് ആണ്. നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തോളൂ, വിളിച്ചാൽ മതി. നിങ്ങൾക്ക് കംപ്ലീറ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇട്ട് തരും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടന്ന വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.